നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹ്മാൻ മത്സരിക്കില്ല എന്ന് സൂചന. താനൂരിൽ മത്സരിക്കാനില്ലെന്ന് പാർട്ടി അറിയിച്ചു. താനൂരിൽ ലീഗ് വിമതരെ കണ്ടെത്താനാണ് സിപിഎമ്മിന്റെ നീക്കം. വി അബ്ദുറഹ്മാനെ തിരൂരിൽ മത്സരിപ്പിക്കാനും ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് ഉള്ള വിവരം. നമ്മോടൊപ്പം ഇപ്പോൾ ജംഷീർ കുടിഞ്ഞു ചേരുകയാണ്. ജംഷീർ, എന്താണ് അദ്ദേഹം താനൂരിൽ മത്സരിക്കാനില്ല എന്ന് പറയാൻ കാരണം? പ്രമോദ്, നേരത്തെ തന്നെ അദ്ദേഹം ഇത്തരത്തിൽ മത്സരിക്കാനില്ല എന്ന് പാർട്ടി നേതൃത്വം, സംസ്ഥാന നേതൃത്വം അടക്കം അറിയിച്ചിരുന്നതാണ്. തനിക്ക് ഇനി മത്സരിക്കാൻ താല്പര്യമില്ല, താനൂരിൽ ഇനി മത്സരത്തിനില്ല എന്നുള്ള കാര്യം അറിയിച്ചതാണ്. പക്ഷേ അത് മുഖവിലേക്കെടുക്കാതെ, അല്ലെങ്കിൽ അത്ര അറിയിച്ചിട്ട് പോലും പക്ഷേ അദ്ദേഹത്തെ താനൂരിൽ തന്നെ പരിഗണിക്കുകയും പിന്നീട് താനൂരിൽ അദ്ദേഹം അതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു. എന്ന് വെച്ചാൽ താനൂരിനെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താനൂരിൽ മറ്റൊരു മുഖം പാർട്ടിക്ക് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തുടരട്ടെ എന്നുള്ള തീരുമാനമെടുക്കുകയും അത് പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇത്ര ദിവസമായും അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള പ്രചരണ പ്രവർത്തനം ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ കുറിപ്പുകളോ പങ്കുവെക്കുന്നില്ല. അത്തരത്തിൽ വ്യക്തമായിരുന്നു അദ്ദേഹം ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന കാര്യം കൃത്യമായിരുന്നു, വ്യക്തമായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ വീണ്ടും അറിയിച്ചിരിക്കുന്നത് താനൂരിൽ മത്സരിക്കുന്നില്ല എന്ന കാര്യം കൃത്യമായി വീണ്ടും പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ താനൂരിൽ ഒരു പ്രതിസന്ധി നിൽക്കുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താനൂരിൽ ഒരു പുതിയ ആളെ അത് തിരൂരിലേക്ക് മാറ്റിയാൽ അദ്ദേഹം മാറാൻ സന്നദ്ധരാകുമോ? അദ്ദേഹം നിലവിൽ ഇപ്പോൾ മത്സര രംഗത്ത് തന്നെ പിന്മാറുന്നു എന്നുള്ളതാണ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പാർട്ടി ശ്രമിക്കുന്നത് അദ്ദേഹം തിരൂരിലെങ്കിലും മത്സരിക്കണം എന്നുള്ള ഒരു സമ്മർദ്ദമാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. തിരൂരിൽ സീറ്റ് നൽകാം, തിരൂരിൽ മത്സരിക്കണം എന്നുള്ള ആവശ്യമാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. കാരണം തിരൂർ അദ്ദേഹത്തിന്റെ നാടാണ്, വീട് നിൽക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല, തിരൂർ നഗരസഭ വൈസ് ചെയർമാനായിരുന്നു. ഈ പാർലമെന്റ് രാഷ്ട്രീയ രംഗത്ത് വരുന്നത് അദ്ദേഹം തിരൂരിൽ നിന്നാണ്. അതുകൊണ്ട് തിരൂരിലെങ്കിലും പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം താനൂരിൽ ഇല്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താനൂരിൽ പുതിയ ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി പാർട്ടിക്കുള്ള വെല്ലുവിളി. അത് ലീഗ് വിമതരെ കണ്ടെത്താനുള്ള ഒരു ശ്രമം പല ഘട്ടങ്ങളിലായി സിപിഎം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി വരെ, അല്ലെങ്കിൽ ഇന്നലെ പകൽ സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പല ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവിടുത്തെ മണ്ഡലം നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പല പ്രാദേശിക നേതാക്കന്മാരെയൊക്കെ സമീപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ള മനസ്സിലാകുന്നു. മറ്റു ചിലരെയും സമീപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ, ലീഗ് വിമതനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇതുമായി വിമതരായി LDF സ്ഥാനാർത്ഥിയായി എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. ആരെയാണ് LDF ഉന്നം വയ്ക്കുന്നത്? അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനെയായിരുന്നു LDF ഉന്നം വെച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നു എന്നുള്ളതായിരുന്നു വിവരം. എന്നാൽ ഈ നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം മുസ്ലിം ലീഗ് നേതൃത്വം അദ്ദേഹവുമായി സംസാരിക്കുകയും ആ ഒരു ചർച്ചയിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശ്രമം ഇപ്പോൾ CPM ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി മറ്റു ആര് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CPM അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിമതനായി അല്ലെങ്കിൽ പാർട്ടിക്ക് എതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ പാർട്ടി വിടുമെന്ന് സൂചനയുള്ള രണ്ടത്താണിയുടെ പേരും താനൂരിലേക്ക് കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ വള്ളിക്കുന്ന്, താനൂർ, ഈ രണ്ട് മണ്ഡലങ്ങളും അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പേര് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം അഭിപ്രായത്തിനായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും വി അബ്ദുറഹ്മാൻ ഇത്തവണ മത്സരത്തിനില്ല എന്നുള്ള കാര്യത്തിലേക്ക് ഏതാണ്ട് തീരുമാനമെത്തുന്നു. ഒരു പക്ഷേ പാർട്ടിയുടെ സമ്മർദ്ദം വഴങ്ങി തിരൂരിലേക്ക് മാറും. അല്ല, ഇതിലിപ്പോ നമ്മൾ കാണേണ്ടത് വളരെ കുഴഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന്, താനൂര് ഒരു സിറ്റിംഗ് സീറ്റാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം വി അബ്ദുറഹ്മാൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലൂടെ മന്ത്രിസ്ഥാനം കൂടി നൽകിക്കൊണ്ട് അത് നിലനിർത്താൻ അവർ ശ്രമിച്ചു. ഒരു മണ്ഡലമാണ് 2 വട്ടം. എന്നിട്ടാണ് അവിടെ നിന്ന് വളരെ വിചിത്രമായി, കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും സീറ്റ് കിട്ടാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് പിൻവാങ്ങുന്നു. അദ്ദേഹത്തെ തിരൂരിൽ മാത്രമല്ല പിൻവാങ്ങുന്നത്, അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അത് തിരൂരിലായാലും അദ്ദേഹം മത്സരിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ താനൂരാണെങ്കിൽ നോക്കണം, PK നവാസിനെയാണ് അവിടെ മത്സരിപ്പിക്കാൻ പോകുന്നത് ലീഗ്. എന്തുകൊണ്ടായിരിക്കും വി അബ്ദുറഹ്മാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്? അതാണ്, മെസ്സി വന്നില്ല, അതുകൊണ്ടാണോ?